പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തില് ശക്തി പ്രകടമാകേണ്ട എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആരാധനയുടെ നിമിഷം പങ്കുപറ്റുന്നതിനായി ദൈവത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം എത്തിയവരാണെന്നുള്ള ബോധ്യത്തിൽ അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛനോട് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഈ ആഴ്ചത്തെ ഗംഭീര സാക്ഷ്യങ്ങൾ 4 സാക്ഷ്യങ്ങളാണ്. ഒന്നാമത്തെ സാക്ഷ്യം ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണത്. അത് സാക്ഷ്യം അപ്പുചെപ്പം തന്നെ 1 ലക്ഷം ആൾക്കാർ കണ്ട്. ഇപ്പോഴത് 2 ലക്ഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കണം. അത്രയും സ്പീഡായിട്ട് ഇത് പോകുന്നുണ്ട്.
ലിസി കോഴിക്കോട്. എൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം കേൾക്കുന്നതെന്ന്. ചില പറഞ്ഞിരിക്കുന്നത് സിനിമ കഥ പോലെ വ്യത്യസ്തമാണെന്ന്. ചില പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കമൻസാണ് എഴുതിയിരിക്കുന്നത്. ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു സുപ്രഭാതത്തിൽ 0 ആയിപ്പോയി. അവർ പ്രൊഫഷണലി അവരൊരു എൻ്റർപ്രണറായിരുന്ന ഒരു സംരംഭകയായിരുന്നു അവർ. അപ്പോൾ ആ തൊഴിൽ സംരംഭം പെട്ടെന്നത് വികസിച്ച് ഒരു 4 വർഷം കൊണ്ട് അവർക്ക് 26 ലക്ഷം രൂപ FD ആയി. അപ്പോൾ അവർ വാഴല മദ്രാസിൽ നിന്ന് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാഴലയില്ലേ, പേപ്പർ വാഴല, അതുപോലെ തന്നെ മെഴുകുതിരി, അങ്ങനെ കരകൗശലങ്ങൾ, ഇങ്ങനെയുള്ള 4000 രൂപയ്ക്ക് തുടങ്ങിയ ഒരു സംഭവമാണ്. അവർ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ കാര്യം പറയുന്നുണ്ട്. ആ സാക്ഷ്യം ഹിഡി വെക്കിട്ടാൻ കാര്യം, അവർ മാവേലി എക്സ്പ്രസ്സിന് അവസാനം എല്ലാം തീർന്ന് തകർന്ന് 0 ആയി മാവേലി എക്സ്പ്രസ്സിന് തലവെക്കാൻ വേണ്ടി ഇപ്പോൾ നിൽക്കുന്നതാണ് രാത്രി. ആ സമയത്ത് ഇവർക്ക് ഒരാൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് കൊടുക്കും. അത് നമുക്ക് കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തന്നെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നടന്ന കാര്യമാണ്. അപ്പം അവർ പറഞ്ഞു ഇത് വായിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇത് ഞാൻ എന്നും പറഞ്ഞ് അവരോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാവേലി എക്സ്പ്രസ് കടന്നു പോകും. ടൈം കഴിഞ്ഞു, ടൈം സേവായി. അപ്പം ഞാനിപ്പോഴും പറയും അത് അമ്മ തന്നെ ചെയ്തതാണെന്ന് പറയും, പരിശുദ്ധ അമ്മ തന്നെ വന്നതാണെന്ന് പറയും. കാരണം അങ്ങനെ ഒത്തിരി ആൾക്കാരിലൂടെ ദൈവം ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളാണ്. നിങ്ങളൊരു പ്രേക്ഷിതയാകുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പ്രേക്ഷിതനാകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഞാൻ മാതാവാകുന്നു എന്നാണ് ഓർക്കേണ്ടത്. അല്ല ഞാൻ കൃപാസനം പത്രം കൊടുത്തതെന്നല്ല. അയ്യോ ഞാനിതെങ്ങനെ കൊടുക്കാനാണ്, ആൾക്കാർ മേടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് കേവലമായിട്ടുള്ള മനുഷ്യർ അങ്ങനെ ചിന്തിക്കും. പക്ഷേ അഭിഷേകമുള്ളവർ പറയും, അവർക്ക് അത് പ്രേക്ഷിതയാണെന്ന് തോന്നും. അവർക്ക് ഞാൻ പ്രേക്ഷിതയാണ്. ആരുടെ? മാതാവിൻ്റെ സ്ഥാനത്ത് ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മാതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ ദിവസം വേറെ ഒരു സാക്ഷ്യം കേട്ട്. അവിടെ സാക്ഷ്യം പാലക്കാട് ബിൻസി ജോഷുവ പാലക്കാട്. അവരുടെ സാക്ഷ്യം, അവരുടെ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകുന്നതാണ്. പിന്നെ ജോലിയില്ലാതെ അവരങ്ങനെ ജീവിക്കാൻ. അദ്ദേഹത്തിന് കുറേയധികം രോഗങ്ങളായ കാരണം ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ജീവിതം, കുഞ്ഞുങ്ങളെ വളർത്താൻ 3 കുഞ്ഞുങ്ങളുണ്ട്, എങ്ങനെ വളർത്താൻ പറ്റും അറിയാൻ പറ്റിയില്ല. വളർത്താൻ പറ്റാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പറ്റില്ല, വിഷമിക്കുന്ന സമയം. അതിനെല്ലാം ലീഡ് ചെയ്യണത് ഈ ലേഡി തന്നെയാണ്. അതായത് ഈ ബിൻസി ജോഷുവ തന്നെയാണ് ലീഡ് ചെയ്യണത്. അവർ ഉടമ്പടി എടുത്തിട്ട് അവരോട് തീരുമാനമെടുക്കും. ബസ്സിന് പോയി കേരളത്തിലെ 14 ജില്ലകളിൽ സഞ്ചരിക്കണം. ഓരോ മനുഷ്യന്മാർ ഉടമ്പെടുക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന അഭിഷേകമാണ്. 14 ജില്ലകളിലും പോകണം. 14 ജില്ലകളിലും കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അപ്പം കൃപാസനം പത്രം എന്താണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു മരിയനാണ്. മരിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മരിയൻ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആരാ? കൃപാസനമാണ്. എന്താ മരിയൻ എന്ന് പറയണത്? അത് നിത്യസമാധാന നൊവേന പോലെ എന്തെങ്കിലും മരിയൻ ഡിവോഷനാണ്. ഇറ്റ്സ് നോട്ട് എ ഡിവോഷൻ. കൃപാസനം പ്രാർത്ഥനകളൊന്നൊരു പ്രാർത്ഥനാ രീതിയല്ല ശരിക്കും പറഞ്ഞാൽ.
ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് എ മരിയൻ. മരിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിയൻ പ്രോസസ്, ദ പ്രോസസ്. ഇവാഞ്ചലൈസേഷൻ ഇസ് എ മരിയൻ പ്രോസസ്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഒരു മരിയൻ പ്രക്രിയയാണ്. എന്താണ് ഒരു മരിയൻ പ്രക്രിയ എന്ന് പറയുന്നത്? അമ്മ മാതാവ് എന്താണ് ചെയ്തത്? ആദ്യം തന്നെ ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു, അല്ലേ? ക്രിസ്തുവിനെ വാങ്ങിക്കുകയാണ് ആദ്യത്തെ പദ്ധതി. പിന്നെന്താണ്? വാങ്ങിച്ച് തൻ്റെ മനസ്സിനും ശരീരത്തിനും വിട്ട് വളർത്തും. ക്രിസ്തുവിനെ സ്വന്തം അനുഭവത്തിലേക്ക് വരും. വാങ്ങിച്ച ഉടനെ കൊടുക്കുകയില്ല. ക്രിസ്തുവിനെ വളർത്തണം നമ്മുടെ ഉള്ളിൽ. ഇപ്പം ഞാൻ തന്നെ 4 വയസ്സ് മുതൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് വളർത്തുന്ന ആളാണ്. ക്രിസ്തു പ്രായം പക്വതയായി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ കൊടുക്കും. അതാണ് അമ്മ ചെയ്യണത്. അതാണ് മരിയൻ എന്ന് പറയണത്. മരിയൻ ഇസ് നോട്ട് ഓൺലി എ ഡിവോഷൻ, ഇറ്റ്സ് എ മരിയൻ പ്രോസസ്, ഇവാഞ്ചലൈസേഷൻ പ്രോസസ്. അത് അമ്മ മാതാവാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചത്. ഇനി ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ രീതിയിൽ സ്വാംശീകരിച്ചതിന് ശേഷം, ഇപ്പം അമ്മയ്ക്ക് ഒരു സോഴ്സേ ഉണ്ടേയുള്ളൂ. അമ്മയ്ക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പിതാവായ ദൈവം എന്ന ഒറ്റ സോഴ്സേ ഉണ്ടേയുള്ളൂ. നമ്മൾക്ക് 2 സോഴ്സുണ്ട്. എന്താണ്? ഒന്ന് ദൈവമുണ്ട്, രണ്ടാമത്തേതാണ് സഭയുണ്ട്. സഭ മീൻസ് ഇൻക്ലൂഡിങ് ദ ഗോസ്പൽ. നമുക്ക് സഭ വേറെ, ഗോസ്പൽ വേറെ അല്ല. ഗോസ്പലും സഭയും എല്ലാം ഒന്നാണ്. ഗോസ്പൽ എവാഞ്ചലൈസേഷൻ്റെ, സുവിശേഷത്തിൻ്റെ പ്രചരണവും പ്രയോഗവും സിസ്റ്റമാറ്റൈസ് ചെയ്യുന്നതാണ് സഭ. സഭ എന്താണ് സഭയുടെ ദൗത്യം എന്ന് വെച്ചാൽ സുവിശേഷത്തിൻ്റെ പ്രചരണവും ആഗീരണം. ആദ്യം സഭ ചെയ്യണത് സുവിശേഷം ആഗീരണം ചെയ്യും. എന്നിട്ട് സുവിശേഷം നേഴ്സറി ചെയ്ത് വളർത്തിയതിന് ശേഷം സുവിശേഷം കൈമാറും. സുവിശേഷം കൈമാറും. എന്തിനാണ്? നിത്യരക്ഷയെ ഉദ്ദേശിച്ചാണ് അത് ചെയ്യണത്. കാര്യം ക്രിസ്തു ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മാത്രം ദൈവിക പദ്ധതിയല്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് മാലാഖ വഴി മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ചുണ്ടുകൊണ്ടിങ്ങനെ പറഞ്ഞാൽ പോരാ, അത് ഉള്ളിൽ തോന്നണം. ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടുന്ന, അത് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ തോന്നണം, വിശ്വാസത്താൽ തോന്നണം. ഇതിനേക്കാൾ ഉപരി ക്രിസ്തുവിനുള്ള ആത്മബന്ധത്താൽ തോന്നണം. ഒന്നുകൂടി പാടിക്കേ. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ലൂക്ക 2:10. ലൂക്ക 2:10. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
അപ്പോൾ ക്രിസ്തു ഇപ്പം തന്നെ എത്രയോ നാനാജാതി മതസ്ഥരിലെ സാക്ഷ്യം പറയണത്. അവർക്കെല്ലാം സന്തോഷമല്ലേ? അത് ആരിലൂടെ വന്നതാണ്? ക്രിസ്തുവിലൂടെ വന്നതാണ്. ആരാ നൽകിയത്? അമ്മയാണ് നൽകിയത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, അതായത് ഈ പത്രം ഒക്കെ ദാനം ചെയ്യുമ്പോൾ, കൈമാറുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെയാണ് കൈമാറുന്നത്. കാര്യം ക്രിസ്തു ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ക്രിസ്തു അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചവർക്ക് ഈശോ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. അത് വായിക്കുന്നവർക്ക്, അത് വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവർ പറഞ്ഞ ലിസി കോഴിക്കോട് എന്താ പറഞ്ഞത്? ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് നോക്കി, അപ്പോൾ ഇത് ആലപ്പുഴയാണെന്ന് കണ്ടു. എൻ്റെ ഒരു 50 രൂപ മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ ട്രെയിനിന് കാശ് കൊടുക്കാൻ ഇല്ലാഞ്ഞ കൊണ്ട് കള്ളവണ്ടി കയറിയാണ് ഇവിടെ വന്നതെന്ന്. ടിക്കറ്റ് കൊടുക്കാൻ അവർ ഓപ്പണായിട്ട് പറയണത് ഇല്ല. ഇവിടെ വന്നപ്പോഴും അവരോട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഉടമ്പടിയാണ് ഇവിടെ എടുക്കുന്നത്, അതിന് കുറച്ച് ചില്ലറയൊക്കെ മുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ച് ഉദ്ദേശിച്ചത് വല്ല പത്രം വാങ്ങിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ അവരെ കൊണ്ടുപോയി കൗണ്ടറിൽ കൊണ്ടു കൊടുത്ത്, ഈ ചേച്ചിയുടെ കാശില്ല, അവിടെ ഉടമ്പടി അവരെ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുപ്പിക്കും അവരെക്കൊണ്ട്. അപ്പോൾ ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവർ ഉടമ്പടി എടുപ്പിക്കാൻ വിടണമല്ല. അങ്ങനെ വിടുകയാണെങ്കിൽ അത് ബിസിനസ് സെൻ്റർ ആവും. മറിച്ചത് ശുശ്രൂഷ കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമാണ് അവരുടെ അവസ്ഥയിലെന്ത്. പക്ഷേ അതിനകത്ത് അവർക്ക് വിശ്വാസമുണ്ട് അതിനകത്ത്. കാര്യം അവരെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അവർ പോയ വഴിക്ക് ലിസിയുടെ ഹിസ്റ്ററി ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയകുമാർ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല സാക്ഷികൾ നോക്കി സിനിമയാക്കണമെന്ന് എനിക്ക് തോന്നണുണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ മനസ്സിൽ തോന്നിയതാണ്, നല്ല സാക്ഷികൾ നോക്കി സിനിമയാക്കണമെന്ന് എനിക്ക് തോന്നണുണ്ടെന്ന്, അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പം എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചിരിച്ചു കളഞ്ഞ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞു പോയതാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഈ ലിസിയുടെ സാക്ഷ്യത്തിൻ്റെ അടി കിടക്കുന്നുണ്ട്, ഇത് സിനിമ കഥ പോലെയാണല്ലോ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന ജനങ്ങളിലേക്ക് എങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കാം? അത് സിനിമയാണോ സീരിയലാണോ? അതൊന്നുമല്ല, കൊടുക്കുക എന്നുള്ള പ്രശ്നമാണ്. കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പോൾ പറ്റണത്, ഞങ്ങൾ യൂട്യൂബിലാണ് കൊടുക്കുന്നത്, നിങ്ങളത് യൂട്യൂബിലാണ് ഷെയർ ചെയ്യണത്. ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ ബിസിനസ്സാണ് നടത്തുന്നത്. വി ആർ നോട്ട് ബ്രിങ്ങിങ് എനി സിംഗിൾ പൈസ. ഇങ്ങനെ ഇത്രയും ധൈര്യമായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? 8 ലക്ഷത്തോളം യൂട്യൂബ് ചാനലിന് 5 പൈസ വാങ്ങിക്കാതെ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിതിൽ ചെയ്യുന്നതെല്ലാം, വീഡിയോ അപ്പ് ചെയ്യുന്നതല്ല. എത്ര വീഡിയോ അപ്പ് ചെയ്യണത്? 6 വീഡിയോ അപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മളിവിടെ നിങ്ങൾ തരുന്ന പത്രത്തിൻ്റെ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റാണത്. പക്ഷേ അനാവശ്യമായിട്ട് അതൊരു മണി സോഴ്സായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ ഞായറാഴ്ചയല്ലേ ഇന്ന്, ഞങ്ങൾക്ക് ന്യായമായിട്ട് സ്വസ്ത്രക്കാശ് എടുക്കാവില്ല. എല്ലാ പള്ളിയിലും എടുക്കണമല്ലേ, ഇവിടെ എടുക്കത്തില്ല. അതെന്താ പ്രോബ്ലം വെച്ചാൽ നിങ്ങളിത് കണ്ടുപഠിക്കണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മെയ് മാസമാണ്. പണ്ടൊക്കെ മെയ് മാസത്തിലെ ഒരു 10 കൊല്ലം മുമ്പൊക്കെ വണക്ക മാസത്തിൻ്റെ
10-20 ലക്ഷം രൂപ വരും വണക്ക മാസം ആൾക്കാർ നടത്തുന്നത്. ഇപ്രാവശ്യം ഞങ്ങളത് വളരെ സ്ലോ ആയിട്ട് ഒരു മനുഷ്യനോടും പറയാതെ ജസ്റ്റ് ഞാൻ പറയും വണക്കമാണെന്ന് മാത്രം പറയും. കൗണ്ടറൊന്നുമില്ല, കൗണ്ടറൊന്നും ഇല്ലല്ലോ, കൗണ്ടറില്ല, ആരെയും ക്യാൻവാസ് ചെയ്യണില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ദൈവത്തിന് തോന്നണം. ദൈവത്തെ വെച്ച് നമ്മൾ പണം എടുക്കണില്ലെന്ന്. വേണമെങ്കിൽ ഇപ്പം നോക്കി എത്ര ലക്ഷം രൂപ ഉണ്ടാകാൻ പറ്റും. ഇത് നിങ്ങൾക്കൊരു മാതൃകയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് പണത്തിൻ്റെ മേൽ പ്രാധാന്യം കൊടുത്താൽ യു വിൽ ലോസ്റ്റ് ജീസസ്. പക്ഷെ നിങ്ങൾ ജീസസിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. നമുക്കൊന്നിനും കുറവില്ല. സത്യമായിട്ട് പറയുകയാണ്, കടമൊന്നുമില്ല, ഒന്നിനും കുറവില്ല. സ്ഥാപനം വേറെ 3 എണ്ണം ചെയ്യുന്നുണ്ട്. സോഷ്യൽ സർവീസ് ഉൾപ്പെടെ നിങ്ങൾ തരുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് തരുന്ന ഡ്രസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ഇവിടെ തന്നെ അടുത്ത പറമ്പിൽ കെട്ടിടങ്ങൾ കെട്ടി സംവിധാനം ഉണ്ടാക്കുകയാണ്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാവപ്പെട്ടവർക്ക് തന്നെ അത് കൊടുക്കും. അത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരിടത്ത് സഭയുടെ നഷ്ടപ്പെട്ട കലാപൈതൃകങ്ങളുടെ സംരക്ഷിക്കാൻ വേണ്ടി ഫ്ലോ സ്കൂൾ ചെയ്യുന്നുണ്ട്, ആ സ്കൂളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സുവിശേഷവൽക്കരണം ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. എല്ലാം ബാക്കിയുള്ള ഞങ്ങളിപ്പോൾ 6 കാര്യങ്ങളല്ലേ ഉടമ്പടി പറയേണ്ടത്. 6 കാര്യങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് 6 കൽപ്പനയുടെ പ്രതീകമായിട്ട്. പക്ഷേ നമുക്ക് 6 കാര്യങ്ങളല്ലല്ലോ ഉള്ളത്, എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട്. സാക്ഷ്യം പറയുന്നത് എന്താ പറയണത്? 6 കാര്യങ്ങളല്ല. ചില പറയും, ആദ്യം പറയും ഉടമ്പടി വെക്കാത്ത കാര്യങ്ങളാണ് ആദ്യം ഈശോ തന്നതെന്ന് പറയും. ദാറ്റ് മീൻസ് എന്താണ്? ഉടമ്പടി വെക്കാത്ത ആ കാര്യങ്ങളായിരുന്നു, നീ ഓർത്തില്ല, അതാണ് പ്രശ്നം. നീ ആ സമയത്ത് ഓർത്തില്ല. പ്രാർത്ഥനാ ജീവിതം ശരിയല്ലാത്തത് കൊണ്ടാണ് ഓർക്കാഞ്ഞത്. മനസ്സിലായില്ലേ? നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ശരിയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഓർമ്മ ശരിയായിരിക്കും. നീ എന്തുകൊണ്ടാണ് ഉടമ്പടി വെക്കാൻ വന്നപ്പോൾ ആ കാര്യം നിൻ്റെ ഏറ്റവും സീരിയസ് കാര്യം ഓർക്കാഞ്ഞത്? ഒന്നാമത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല. ഒന്നാമത്തെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലല്ലോ. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്ന ഒരാളുണ്ട്. അതെ, ആരാണത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം. കുർബാനയിൽ എന്താ സല്യൂട്ടേഷൻ പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞ്, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ കൃപ, പുത്രനായ ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംസർഗം. പരിശുദ്ധാത്മാവിന്റെ സംസർഗം. സംസർഗം ആരുടേതാണ്? പരിശുദ്ധാത്മാവിൻ്റെ. ഇപ്പൊ നമ്മുടെ കൂടെ എന്നും എന്നേക്കും നമ്മുടെ കൂടെ വസിക്കട്ടെ. The word of God ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ മറന്നു പോയെന്ന് പറഞ്ഞ് എൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൊളാപ്സ് എന്ന് അർത്ഥം. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ 6 കാര്യം എഴുതി. ഉടമ്പടി എടുക്കുമ്പോൾ ആൾക്കാർ സാക്ഷ്യം പറയാൻ എന്താണ്? ഇത് ഉടമ്പടി വെക്കാത്ത കാര്യമാണെന്നല്ലേ പറയണത്. പക്ഷേ വെക്കേണ്ട കാര്യമായിരുന്നല്ലോ അത്. അതെന്ത് പറ്റുമോ? നിനക്ക് മനസ്സിലായില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നോട് പറയാൻ പരിശുദ്ധാത്മാവ് നിന്നുണ്ടായിരുന്നില്ല അല്ലേ? ക്ലിയർ അല്ലേ? 16:14 എന്താ പറയണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പിതാവിനെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നെ സ്നേഹിക്കുന്നവനെ
ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറയുന്നില്ലേ, അതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ പെന്തക്കോസ്തായിലേക്ക് സഭ കടക്കുകയാണ്. പരിശുദ്ധാത്മാവ് തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയാണ്. ഇന്ന് ഈ കുർബാനയ്ക്കുണ്ടായ ഏറ്റവും ശക്തമായ സന്ദേശം എന്താണ്? ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവിനെ ഒരുങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദൈവിക പദ്ധതി. പരിശുദ്ധാത്മാവ് ഒരുക്കധ്യാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഏറ്റവും ടോപ്പായിട്ട് ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന എന്താണ്? ഉടമ്പടിയാണ്. അതാണ് യോഹന്നാൻ 14:15. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇപ്പൊ യോഹന്നാൻ 14:15, 14:16 എല്ലാം ശരി ആക്സസ് വേർഡാണ്, അക്ഷവചനങ്ങളാണ്. നമുക്കറിയാം, ഒരു അക്ഷത്തിലാണല്ലോ എല്ലാം തിരിയണത്. ഒരു വണ്ടിക്ക് ചക്രമുണ്ട്, ചക്രത്തിനൊരു ആക്സിലില്ലേ, അക്ഷത്തിലാണ് എല്ലാം തിരിയണത്. ഇതുപോലെ ആക്സിസ്, അതായത് എന്താ സംഭവം? ഈ ആക്സിലിൽ തിരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെ കുറേ വചനങ്ങളുണ്ട്. അതിലൊരു വചനമാണ് ഈ അക്ഷവചനങ്ങൾ. അതായത് 14 യോഹന്നാൻ 14:5, 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്യാം. അപ്പോഴെന്ത് ചെയ്യും? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യാൻ. നിങ്ങൾ എന്ത് സ്പിരിറ്റിൽ നിങ്ങൾ ചെയ്യുന്നു? കർത്താവിന് പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നമാണ്. സ്പിരിറ്റ് എന്താണെന്ന് നോക്കും. സ്പിരിറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ സ്പിരിറ്റിൻ്റെ വോൾട്ടേജ് നോക്കും. ശരിക്കും നമുക്ക് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കാട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സ്പിരിറ്റ് കറക്റ്റായിരിക്കണം. ആദ്യം ദൈവസ്നേഹമായിരിക്കണം എൻ്റെ പിന്നിലുള്ള എല്ലാം. അതുകൊണ്ടാണ് ഈശോ ആദ്യമേ 14:15 എന്താ പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞ് എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ, എന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നെങ്കിൽ എൻ്റെ പിതാവിനോട് ഞാൻ ചോദിക്കുകയും പരിശുദ്ധാത്മാവ് നൽകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. നന്നായിട്ട് ഉടമ്പടി ചെയ്യുന്നവർ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. ക്ലിയറാണ്. അല്ലാതെ ഒരു നിബന്ധനയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഈ IELTS പാസ്സാകാനോ നീറ്റ് പാസ്സാകാനോ വേണ്ടി ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബയലാറ്ററലുള്ള ഒരു ബിസിനസ് എഗ്രിമെൻ്റ് അല്ല ഇത്. ഇത് ദൈവസ്നേഹമുള്ള പൈതങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. കൈയടിച്ച് കർത്താവ് ഉടമ്പടി ഞങ്ങളുടെ ഒരു ജീവിത രീതിയാക്കി ഈ ആരാധനയിലൂടെ രൂപാന്തരപ്പെടുത്തണമേ. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ദൈവ അനുഗ്രഹത്തിൻ്റെ ഒരു ഫ്ലോയുടെ ഒരു ക്യാരക്ടർ ഓഫ് ദി ഫ്ലോ ഓഫ് ദ പവർ ആൻഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ആ ക്യാരക്ടർ ബേസിൽ ഇത് അഫ്ലുവൻ്റാണ് ശരിക്കും. അതായത് ഇപ്പം നിങ്ങൾ 6 കാര്യം വെച്ചു, 2 കാര്യം നടന്നു, 3 കാര്യം നടന്നില്ല, ഇതെന്ന് പറഞ്ഞാൽ എന്തൊരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. അങ്ങനെയല്ല ഇത്. ശരി, ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ദൈവത്തിന് നൽകിയാൽ
അതായത് ഇപ്പം ഈശോ പറഞ്ഞു, അതായത് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാൻ എന്താണ്? അമർത്തി കുലുക്കി നിറച്ച അളന്ന് 6:36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം. ലൂക്ക 6:38. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അപ്പം മടിയിലേക്ക് ചൊരിയുന്നതാണ് സംഭവം. അപ്പം നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ പിന്നെ ദൈവം അളന്നല്ല കൊടുക്കണത്. ടെക്വിടപ്പോട് അവൻ അളന്നല്ല ആത്മാവിനെ കൊടുക്കണ യോഹന്നാൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 3:34. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഈ ഉടമ്പടി ആരാധനയിലൂടെ സമൃദ്ധമായ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളോട് പറഞ്ഞായിരുന്നു, ആ സാക്ഷി അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം തോന്നിയാൽ എന്നാൽ പിന്നെ എല്ലാം ശരിയായെന്ന്. അതൊരു പ്രസംഗത്തെ കിട്ടിയ കർത്താവ് നൽകിയ വെളിപാടായിരുന്നു. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം തോന്നിയാൽ നിങ്ങൾക്ക് ആ ഉടമ്പടി എല്ലാം ഇനി ശരിയാകും. അത് ഉടമ്പടി പാസീവാണോ ആക്റ്റീവാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണത്. ഉടമ്പടി എടുക്കുമ്പോഴേ അത് പാസീവാണോ ആക്റ്റീവാണോ, ഇത് വർക്കൗട്ട് ചെയ്യുമോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ധൈര്യം തോന്നണം, ഇനി കർത്താവ് അത് ഏറ്റെടുക്കും. എന്താ കാര്യം? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 10:35. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ശക്തി എന്ന്, അതായത് നമുക്ക് ധൈര്യം തോന്നണത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കപ്പെടുമ്പോഴാണ്. ആ ശക്തി ആത്മാവിൻ്റെ ഒരു ദാനമാണ്. ഐസയ 11:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശയ്യ 11:2. യേശയ്യ 11:2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ഏറ്റു പറഞ്ഞ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്.
അപ്പം കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഇൻഡിക്കേറ്ററാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശക്തി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മധൈര്യം തോന്നുന്നുണ്ടെങ്കിൽ, ഇനി കർത്താവുണ്ട്, ഇനി കർത്താവ് നോക്കിക്കൊള്ളു, ഇനി അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാപിക്കുക. അപ്പം അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മ എൻ്റെ കൂടെ വരും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം ഇനി ദൈവം പൂർണ്ണമായും നോക്കും എന്ന് പറയുമ്പോൾ ധൈര്യമാണ്. പക്ഷേ ധൈര്യം എന്ന് പറയുമ്പോൾ അതങ്ങനെ തോന്നിയാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇൻസ്പിരിറ്റഡ് ആയെന്ന് എൻ്റെ അർത്ഥം. ഓൾറെഡി പരിശുദ്ധാത്മാവ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ധൈര്യം തോന്നാൻ കാരണം. കാര്യം ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. കൈയിട്ടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം കിട്ടാൻ കാരണവും കഷ്ടത വരുമ്പോൾ ആത്മധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവശക്തി ഐശ്വര്യ 11:2 ദൈവശക്തി തന്നെയാണ് നമുക്ക് ഫീലിങ്ങിൽ ധൈര്യമായിട്ട് വരുന്നത്. ഈ ധൈര്യം തന്നെ കഷ്ടതയാണ് കാലത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂട്ടാളിയായ ആത്മാവിൻ്റെ സഹിത്വം കൊണ്ടുണ്ടാകുന്ന ആത്മധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് പറയണത് റോമ 5:5. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. റോമ 5:5 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 5:4-5. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതാണ് സംഭവം. എന്താ പറഞ്ഞത്? ഇതിന്റെ എല്ലാ അതായത് പറഞ്ഞ കഷ്ടത സഹനശീലവും ആത്മധൈര്യവും നമുക്ക് നൽകുന്നു. ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നിങ്ങൾ അറിയുന്നു. അതായത് റോമ 4 റോമ 5 എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വേണ്ടത് എങ്ങനെയാണ്? ദൈവസ്നേഹത്തിലാണ് ഇത് വർക്ക് ചെയ്യണത്. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണോ വേണ്ടത്? കൈപൊക്കിക്കേ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണത് ദൈവസ്നേഹത്താൽ നിറയുകയാണ്. പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, അങ്ങയോട് ഉഭയകക്ഷി ഉടമ്പടിയിലായ ഞങ്ങളുടെ മേൽ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ആ അഭിഷേകത്തിലെ ആത്മാവിന്റെ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് വെളിവാകാൻ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ അമ്മയെപ്പോലെ യേശുവിനെ സ്വീകരിക്കുവാനും ലോകത്തിന് കൊടുക്കുവാനും പിതാവിന്റെ കൽപ്പന പാലിച്ച് ദൈവഭക്തരായി ജീവിക്കുവാനും അഭിഷേകം ചെയ്യണമേ. എപ്പോഴും അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമല്ല മക്കളെ, നിങ്ങൾ ഉടമ്പടി കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഉടമ്പടി കഴിഞ്ഞ് നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയാണ്. നിങ്ങൾക്കറിയാവില്ല, ഉടമ്പടി രാവിലെ കുർബാനയ്ക്ക് ഈശോ പറഞ്ഞെന്താണെന്നറിയാവോ? ഒരു പ്രാർത്ഥനാ രീതി അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം കുരിശിൻ്റെ വഴി ഒരു പ്രാർത്ഥനാ രീതി ആണ്. ജപമാല ഒരു പ്രാർത്ഥനാ രീതി ആണ്.
അതുപോലെ നൊവേന ഒരു പ്രാർത്ഥനാ രീതി ആണ്. പക്ഷെ ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതി മാത്രമല്ല. പ്രാർത്ഥന ഇല്ല എൻ്റെ അകത്ത് ഉണ്ട്, പക്ഷേ എന്ത് പ്രാർത്ഥനയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. മറ്റു സഭയിലെ എല്ലാ സോഴ്സ് ഓഫ് പവർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുർബാനയെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം കുർബാന മസ്റ്റാണല്ലോ. ശരിക്കും കുർബാനയിൽ ഉള്ള വിശ്വാസികൾക്ക് കുർബാന മസ്റ്റാണ്. മറ്റുള്ളവർ കുർബാനയിൽ വിശ്വാസം അത്രയും സാക്രമെൻ്റൽ കണക്റ്റഡ് ആകാത്തവർക്ക് കുർബാനയുടെ ദൈവിക ആനുകൂല്യങ്ങൾ കിട്ടാൻ പാടല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെയൊക്കെ കുർബാന ഒരു പ്രാർത്ഥനാ രീതി എന്ന രീതിയിൽ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ കുർബാന കൂടുതൽ തെറ്റില്ല, പക്ഷേ കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഉടമ്പടി അങ്ങനെയല്ല. ഉടമ്പടി എനിബഡി ക്യാൻ റിസീവ് ഇറ്റ്. കാരണം തുറന്ന ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു ഈ കാലത്ത് ഒരു മുങ്ങിച്ചാകാൻ പോണവൻ്റെ പിടിവള്ളിയാണ് ശരിക്കും. ലാസ്റ്റ് അബോർഡെന്നൊക്കെ ഞാൻ പറയണതല്ല, കർത്താവ് എനിക്ക് തോന്നിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നിക്കണം മാത്രമല്ല, കാര്യം എന്ത് തോന്നിയാലും അതൊരു മാനുഷികമായ തോന്നലാകണത് അതിന് തെളിവുകളില്ലാതെ വരുമ്പോഴാണ്. പക്ഷെ മനുഷ്യൻ പിറ്റേ ദിവസം സാക്ഷ്യം പറയും. അപ്പോൾ അത് ദൈവികമായ തോന്നലാണത്. മാനുഷികമായ തോന്നലാണെങ്കിലും ആയിട്ട് പറയുമ്പോഴും പിറ്റേ ദിവസം അതിനെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇപ്പം നമ്മൾ കേട്ട വചനം, എന്ത് വചനം കേട്ടത്? റോമ 4:5 എന്താ പറഞ്ഞത്? കഷ്ടത സഹനശീലവും. സഹനശീലം എന്താ പറയണത്? ആത്മധൈര്യം. സഹനശീലം ആത്മധൈര്യം നൽകും. ആത്മധൈര്യം എന്താ നൽകണത്? പ്രത്യാശ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി, നല്ല സാക്ഷ്യമാണ്. അതായത് ജിഷ സെബി പാനായിക്കുളം, നല്ല ഓട്ടമുള്ള സാക്ഷ്യമാണ്. ജിഷ സെബി പാനായിക്കുളം, എറണാകുളം ജില്ലയാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. ഇപ്പം നമ്മളുടെ വചനം ഏതാണ്? റോമ 5:4, റോമ 5:5 അല്ലേ? എന്താണ് വചനം? കഷ്ടത സഹനശീലവും. പിന്നെന്താണ്? സഹനശീലം ആത്മധൈര്യവും. ആത്മധൈര്യമാണല്ലോ നമ്മുടെ വിഷയം. ആത്മധൈര്യം എന്തിനാണ്? അതായത് ഐസയ്യാ 11:2 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ദാനങ്ങളൊന്ന് ദൈവശക്തിയാണ്. ശക്തിയുടെ പ്രയോഗപരതയിലാണ് നമ്മൾക്ക് ആത്മധൈര്യമായിട്ട് ഫീൽ ചെയ്യണത്. പക്ഷേ ഈ ഫീൽ ചെയ്യണത് എപ്പോഴാണ്? കഷ്ടതയിൽ ഫീൽ ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം ഇതാണ്, കാറ്റ് വന്നാൽ കെട്ടുപോകത്തില്ല. പിടികിട്ടിയ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ആ വചനത്തിൻ്റെ ഒരു റീച്ചിങ് കണ്ടില്ലേ? എന്താണ് പറഞ്ഞ? റോമ 5:4 എന്താണ്? കഷ്ടത സഹനശീലവും. സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? അത് കാറ്റാണെന്നാ പറഞ്ഞത്. എങ്ങനെയുള്ള കാറ്റാണ്? കാറ്റിൽ അത് അതേസമയം തന്നെ ദൈവത്തെ ഇഷ്ടമുള്ളത്തേക്ക് ഊതുന്ന കാറ്റാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വെളിച്ചവുമാണ്. പരിശുദ്ധാത്മാവിനെ എങ്ങനെയൊക്കെ പറയണമെന്ന് ദൈവം മനുഷ്യന് മനസ്സിലാകുന്ന എല്ലാ ക്യാപിറ്റൽ സിമ്പിൾസ് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ജീവൻ, വെളിച്ചം, അതുപോലെ തന്നെ വെള്ളം. ജലമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ജലമില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ജീവജലമായിട്ടാണ് പറയണത്. വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ജീവൻ, ജീവനായിട്ട് പരിശുദ്ധാത്മാവിനെ എന്തെല്ലാം തരത്തിലാണ് പരിശുദ്ധാത്മാവിനെ ഉപമാനങ്ങൾ ഉണ്ടാകണത്. അതായത് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നിങ്ങളിതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് എടുക്കണം. എന്താണ്? എപ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ സ്വീകരിക്കാൻ സിമ്പിളാണ്. ഒന്ന്, യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തത്, ദൈവം നമ്മുടെ പാപങ്ങളാണ്, നമുക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അപ്പോഴേ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരം അവൻ ഏറ്റെടുത്തതാണെന്ന് ഞാനത് ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ഒരു അനുതാപം ഉണ്ടായാൽ യു വിൽ ഗെറ്റ് ഹോളി സ്പിരിറ്റ്. സിമ്പിളാണ്. നിങ്ങളെ പരിശുദ്ധാത്മ സ്വീകരിക്കാൻ വലിയ സംഭവങ്ങളില്ല. വേദപുസ്തകം ഇത് വളരെ സിമ്പിളാക്കിയിരിക്കുകയാണ്. എനിബഡി ക്യാൻ റിസീവ് ഹോളി സ്പിരിറ്റ്. എന്താ കാര്യം? ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം.
ദൈവം അവൻ മരിച്ചു എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ് യേശു കർത്താവാണ് എന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നു. എന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നു. റോമ 9:10 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ 9 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ അവൻ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? പീഡ അനുഭവിച്ചത് എന്തിനാണ്? പാപങ്ങൾക്ക് പരിഹാരമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ എന്ന് വേദപുസ്തകത്തിൻ്റെ ശക്തമായ അപ്പോസ്തലിക് എക്സ്പീരിയൻസ് ആണ്. എന്താണ്? അവൻ നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. ഐസയ 53:4-5-6-8 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ